അലൈനിലെ അഡ്നക് സെൻറ്ററിൽ ഇപ്പോൾ എമിറേറ്റ്സ് കാർഷിക സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് രജിസ്ട്രേഷൻ കൗണ്ടർ. ഇവിടെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാഡ്ജുകളും അനുബന്ധ സാധനങ്ങളും ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് പോയിൻ്റ് ഉണ്ട്. അതും കഴിഞ്ഞ് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. UAE തന്നെ ഏറ്റവും വലിയ കാർഷിക പ്രദർശനങ്ങളാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. മെയ് മാസം 28 മുതൽ 31 വരെയാണ് ഈ സമ്മേളനം അലൈനിൽ നടന്നത്. സമ്മേളനം രാജ്യത്തിൻ്റെ പാരമ്പര്യവും വളർച്ചയും നൂതന ആശയങ്ങളും എടുത്തുകാട്ടുന്ന ഒരു സമ്മേളനമായിരുന്നു. സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസം തന്നെ UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹമാണ് പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്തത്. കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ അംന ബിൻത് അബ്ദുള്ളയും മറ്റുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. 4 ദിവസം നീണ്ടുനിന്ന ഈ പരിപാടിയിൽ എക്സിബിഷനിൽ വിവിധ മന്ത്രാലയങ്ങൾ, പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയ എല്ലാവരും പങ്കെടുത്തിരുന്നു. 4 ദിവസങ്ങളിലായി 10,000-കണക്കിന് സന്ദർശകരാണ് ഇവിടെ എത്തിയത്. ഇവിടെ വിദഗ്ധർ നയിക്കുന്ന പാനൽ ചർച്ചകളും അതുപോലെ തന്നെ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. UAE തന്നെ വിവിധ ഫാമുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഒരുപാട് സാധനങ്ങളുടെ വിപണനവും പ്രദർശനവുമായിരുന്നു പ്രധാനമായും നടന്നത്. ഈ കാണുന്നത് ഈത്തപ്പഴം ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീനാണ്. അതേപോലെ തന്നെ അലങ്കാര ചെടികൾ മറ്റുള്ളതും ഒരുപാട് പ്രദർശനത്തിന് എത്തിയിരുന്നു. ഈത്തപ്പഴമായിരുന്നു ഈ വേദിയിലെ ഒരു പ്രധാന ആകർഷണം. വിവിധ തരത്തിലുള്ള വില കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ഈത്തപ്പഴങ്ങൾ പ്രദർശനത്തിനും വിപണനത്തിനുമായിട്ട് എത്തിയിരുന്നു. അതേപോലെ തന്നെ വെള്ളം ശുചീകരിച്ച് കൃഷിസ്ഥലങ്ങളിലേക്ക് ലഭ്യമാക്കുന്നതിൻ്റെ വിവിധ മാതൃകകൾ ഇവിടെ ഒരുക്കിയിരുന്നു. അത്തിപ്പഴവും മറ്റുള്ള ഒരുപാട് ചെടികളും ഇവിടെ വിൽപ്പനക്കും പ്രദർശനത്തിനുമായിട്ട് എത്തിച്ചിരുന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ അവരുടെ കൗണ്ടറുകൾക്കും ഇവിടെ ഒരുക്കിയിരുന്നു. UAE യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ അലൈൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ UAEയിലെ മികച്ച യൂണിവേഴ്സിറ്റികളും അവരുടെ പ്രദർശനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടേക്കുള്ള പ്രദർശനം പൂർണ്ണമായിട്ടും സൗജന്യമായിരുന്നു. സ്വദേശികളും വിദേശികളും അടക്കം ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു പ്രദർശനം കാണാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. സന്ദർശകർക്ക് ഓരോ സ്റ്റാളിലും അവർ തയ്യാറാക്കിയ പ്രൊജക്റ്റുകളും മറ്റും വിശദീകരിക്കുന്നതിന് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസും അതേപോലെ തന്നെ അതിന് പ്രത്യേകം സജ്ജരായ വളണ്ടിയർമാരും ഉണ്ടായിരുന്നു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ ആയിരുന്നു 4 ദിവസങ്ങളിലും ഇവിടെ ഈ പ്രദർശനം ഒരുക്കിയിരുന്നത്. ചെടികളിൽ നിന്ന് വാട്ടർ പ്യൂരിഫിക്കേഷൻ നടത്തി അത് കൃഷിസ്ഥലത്തിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുന്നതിൻ്റെ മികച്ച മാതൃകകൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രാദേശികമായിട്ടുള്ള ഫാമുകളിൽ നിന്ന് വിളയിച്ചെടുത്ത ഈത്തപ്പഴം, അതേപോലെ തന്നെ തേന് ഇവയുടെ പ്രദർശനമായിരുന്നു പ്രധാന ഇനങ്ങൾ. അതേപോലെ തന്നെ ചെടികളുടെ വിവിധ ഇനങ്ങൾ, വിവിധ കാലാവസ്ഥകളിൽ വളരുന്ന വിവിധ ചെടികളുടെ പ്രദർശനവും അതേപോലെ തന്നെ വിൽപ്പനയും ഇവിടെ നടന്നിരുന്നു. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം ഇതായിരുന്നു, ഈ ഓറഞ്ച് തൈകൾ. ഫാമുകളിൽ വിളയിച്ചെടുത്ത ഓറഞ്ച് കൊണ്ട്, ചെറുനാരങ്ങ കൊണ്ട് വിവിധ
വസ്തുക്കൾ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഫ്രഷായ ചെറുനാരങ്ങ ഉപയോഗിച്ച് അവിടെ വെച്ച് തന്നെ മിൻറ്റ് അതുപോലെ തന്നെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ആവശ്യക്കാർക്ക് വേണ്ട ജ്യൂസാക്കിയിട്ട് അവിടെ വെച്ച് തന്നെ വിൽപ്പന നടത്തുന്നത്. ഇതിന് ഒരുപാട് ആൾക്കാരാണ് അവിടെ ക്യൂ നിന്നിട്ട് ഇതൊന്ന് രുചിച്ച് നോക്കുന്നതിന് ഒരുമിച്ച് കൂടിയത്. അവിടെ വെച്ച് തന്നെ ആവശ്യക്കാർക്ക് എത്രയാണോ വേണ്ടത് അത് ജ്യൂസാക്കി കൊടുക്കുന്നതായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ഈത്തപ്പഴം, മാങ്ങ, പപ്പായ തുടങ്ങി ഒരുപാട് പ്രാദേശിക തോട്ടങ്ങളിൽ വിളയിച്ചെടുത്ത സാധനങ്ങളുടെ പ്രദർശനം ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ വിവിധ സ്റ്റാളുകളിൽ അവരുടെ പ്രദർശന വസ്തുക്കൾ സന്ദർശകർക്ക് രുചിച്ചു നോക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് അവരുടെ വസ്തുക്കൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ സന്ദർശകർക്ക് നൽകിയിരുന്നു. ഈ കാണുന്നതാണ് റോബോട്ട് നിലമുഴുത് മറിക്കുന്നതും അതേപോലെ തന്നെ പ്ലാന്റേഷന് സ്വമേധയാ നടത്തുന്നതിൻ്റെയും ഒരു മാതൃക. കാർഷിക സമ്മേളനത്തിൽ ലുലു ഗ്രൂപ്പിൻ്റെ മികച്ച പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. യുഎയിലെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി സാധ്യത നൽകുന്നതിനായി ലുലു ഗ്രൂപ്പ് നാഷണൽ അഗ്രികൾച്ചറൽ സെൻറ്ററുമായി ഒരു ധാരണാപത്രവും ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഒപ്പുവെച്ചിരുന്നു. മന്ത്രി ഡോക്ടർ അംന ബിന്ത് അബ്ദുള്ള അൽ ദഹക്കിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു നാഷണൽ അഗ്രികൾച്ചറൽ സെൻറ്റർ ഡയറക്ടർ സുൽത്താൻ സലാം അൽ ഷംസി, ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA എന്നിവർ ചേർന്ന് ധാരണാപത്രത്തിലൊക്കെ ഒപ്പുവെച്ചത്. അതേപോലെ തന്നെ അലൈൻ മിൽക്കിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങളും സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിരുന്നു. അവരുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റാളായിരുന്നു അവർ ഒരുക്കിയത്. അതേപോലെ തന്നെ അബുദാബി ഹെറിറ്റേജ് അതോറിറ്റിയുടെ പ്രദർശന വസ്തുക്കളും ഇവിടെ ഉണ്ടായിരുന്നു. കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധ വസ്തുക്കളായിരുന്നു അവർ ഇവിടെ പ്രദർശനത്തിന് വെച്ചത്. മൂന്നാമത്തെ ദിവസമായിരുന്നു എമിറേറ്റ്സ് കാർഷിക സമ്മേളനം കാണാൻ ഞാനും എൻ്റെ സുഹൃത്ത് റബീഹും കൂടി പോയത്. ഓൺലൈൻ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കിയായിരുന്നു ഞങ്ങൾ അവിടേക്ക് ചെന്നത്. നേരത്തെ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നേരിട്ട് പോവുകയും അവർ ആ രജിസ്ട്രേഷൻ QR കോഡ് ഉറപ്പുവരുത്തുകയും ചെയ്തു. ശേഷം അവർ അവിടെ നിന്ന് സന്ദർശകർക്കായിട്ട് നൽകിയ അടിപൊളിയായിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്തു. നല്ലൊരു ബാഗും അതേപോലെ തന്നെ ഒരു വാട്ടർ ബോട്ടിലുമായിരുന്നു അവർ ഗിഫ്റ്റായിട്ട് തന്നത്. കൂടാതെ ഒരു പേനയും റിസ്റ്റ് വാച്ചും കൂടി ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു.